Hi, good afternoon. Good afternoon, Miss. Good afternoon, Miss. Okay, good afternoon. Everyone ready ആണോ? Yes, Miss. ആണോ? Okay. നമുക്ക് പതുക്കെ തുടങ്ങാം ട്ടോ. Start ചെയ്യാം. നമ്മൾ ഇന്നലെ 20 എണ്ണമാണ് പറഞ്ഞു നിർത്തിയത് കേട്ടോ. അതായത് ഫോർമുലകൾ നമ്മൾ 20 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ നോക്കാം. ഓക്കെ, നമ്മൾ ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. ഓക്കെ, അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, വായിച്ചു നോക്കിയോ? ഇത് വായിച്ചു നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം വായിച്ചു നോക്കിയാൽ പിന്നെ കുഴപ്പമില്ല, കിട്ടും. അപ്പൊ ഓൺമ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ക്ലാസ് ഞാൻ അധികം വേഗത്തിലൊന്നും എടുക്കുന്നില്ല, പതുക്കെ എടുത്താൽ മതി. കാര്യം വെച്ച് കഴിഞ്ഞാല് നമുക്ക് സമയമുണ്ട്. ഞാൻ ഒരുപാട് പിടിച്ചെടുക്കുന്നില്ല, പതുക്കെ തന്നെ പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കാൻ ചെറിയ ചാപ്റ്റർ ആണ്, കുഴപ്പമില്ല. ഈ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വേറെ ഏതെങ്കിലും ചാപ്റ്ററുകൾ എടുക്കാനുണ്ടോ? ഇനി ആരെങ്കിലും ഏതെങ്കിലും മിസ്സായിട്ടുള്ള വല്ല ചാപ്റ്റേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്റെ ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് 21ാമത്തെ ഫോർമുല നോക്കാം കേട്ടോ. 21ാമത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഏതാണ്? നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ദ ICU ആൻഡ് വാർഡ്. അല്ലെ, അതായത് ICUവിലും വാർഡുകളിലുമുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ആണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഇപ്പൊ പഠിച്ചു അല്ലെ. അന്ന് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? അവിടുത്തെ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എത്രയായിരുന്നു? ഓർമ്മയുണ്ടാവും. ഓർമ്മയുള്ളവരൊന്ന് പറഞ്ഞേ. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ വിസ്മയ. 1:1 അല്ലെങ്കിൽ 1:2 ആണ് അല്ലെ. ഓക്കെ, പിന്നെ പൊതുവെ വാർഡുകളിൽ എന്നൊക്കെ പറയുമ്പോൾ 1:5 or 1:6 ആ ലെവലായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ദ ICUs ആൻഡ് വാർഡ്സ്. ഇങ്ങനെയാണ് ഫോർമുല വരാനുള്ള ഫോർമുല. എന്താണ്? നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്സ്. ഒക്യുപ്പൈഡ് ബെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പേഷ്യൻസ് അല്ലെ. നമ്പർ ഓഫ് പേഷ്യൻസ് ഒക്യുപ്പൈഡ് ഇൻ ദ ബെഡ്സ് അല്ലെ. പേഷ്യൻസിന്റെ എണ്ണമാണ് അത് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതുപോലെ patient ratio formula number of nursing staff divided by number of occupied beds. Okay, ഇനി അടുത്തത് കേട്ടോ. 22ാമത്തെ ഫോർമുലയാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എടുക്കുന്ന വെയിറ്റിംഗ് ടൈം എത്രയാണ്? നമ്മളൊക്കെ ഔട്ട് പേഷ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ പോകാറുണ്ട് അല്ലെ. ഡോക്ടർ കാണാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് ചില ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അല്ലെ, ചിലർക്ക് നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു വെയിറ്റിംഗ് ടൈം ആണ്, അതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. വാട്ട് ഈസ് വെയിറ്റിംഗ് ടൈം? എന്താണെന്നാണ് അവിടെ പറയുന്നത്. വെയിറ്റിംഗ് ടൈം ഇസ് ദ ലെങ്ത് ഓഫ് ടൈം which one should wait in order for a specific action to happen. After that action is called to go or mandate. നമുക്കറിയാവുന്ന കാര്യമാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആക്ഷൻ സംഭവിക്കാൻ എടുക്കുന്ന സമയം അല്ലെ. അതായത് നമ്മുടെ കാത്തിരിപ്പ് സമയം അല്ലെ. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മളിവിടെ കണക്കാക്കുന്നത് ഒരു ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എടുക്കുന്ന വെയിറ്റിംഗ് ടൈം കേട്ടോ. അവിടെ ശ്രദ്ധിക്കണം, എപ്പോ തൊട്ട് എപ്പോ വരെയുള്ള ടൈമാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ നമ്മള് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ഇഷ്യൂ ചെയ്യുന്ന ടേൺ അറൗണ്ട് ടൈം എടുത്തപ്പോഴും നമ്മളൊരു ടൈം പറയുന്നുണ്ട് അല്ലെ. ആ ഒരു ബ്ലഡ് കമ്പോണന്റിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വരുന്ന സമയം തൊട്ട്
ആ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ പറയുന്ന ട്രാൻസ്ഫ്യൂഷന് റെഡി ആകുന്നത് വരെയുള്ള സമയമാണ് അല്ലെ. അതിനകത്ത് പോലെ ഇവിടെയും ശ്രദ്ധിക്കണം കേട്ടോ. വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ എപ്പോ തൊട്ട് എപ്പോ വരെയുള്ള ടൈമാണ് അവിടെ നമ്മൾ പരിഗണിക്കുന്നത്. ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നോക്കാം, വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ഈസ് the time from which the patient has come to the respected outpatient department. Our patient, our particular outpatient department the practically it may or may not be the same time as registration. So the patient register അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ആ രജിസ്ട്രേഷൻ ടൈം അതിൽ ഉൾപ്പെടുത്താതിരിക്കാം. ചിലവര് എന്ത് ചെയ്യുന്നറിയോ, രജിസ്റ്റർ ചെയ്യില്ല. ചിലപ്പോൾ ഡോക്ടർ കണ്ടു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ടാവാം. പക്ഷെ എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ഹോസ്പിറ്റലാണെങ്കിൽ ആദ്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ രജിസ്റ്റർ ചെയ്യണം അല്ലെ, നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ ചിലവിടത്ത് ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം പിന്നെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ ഉണ്ടാവാം. എമർജൻസി ഒക്കെ ആയിട്ട് വരുന്ന കേസുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ആ ഒരു ടൈം അവിടെ കൺസിഡർ ചെയ്യാതിരിക്കാം. ഓക്കെ. പക്ഷെ എന്താണ്, ഒരു പേഷ്യന്റ് ആ ഒരു പർട്ടിക്കുലർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തുന്ന സമയം തൊട്ട് ഇവിടെ വരെയാണ് നോക്കിയേ, till the time that the respected consultant begins the assessment. ആ ഒരു കൺസൾട്ടന്റ് ആ ഒരു അസസ്മെന്റ് ആരംഭിക്കുന്നത് വരെയുള്ള സമയമാണ് കേട്ടോ. അതാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞു. ചിലപ്പോൾ വിചാരിക്കും കൺസൾട്ടേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം വരെ കണക്കിലെടുക്കണോ എന്ന് ചിന്തിക്കാം. എടുക്കരുത്. കൺസൾട്ടേഷൻ ബിഗിൻ ചെയ്യുന്നത് ആ ഒരു കൺസൾട്ടന്റ് ആ ഡോക്ടർ അവരുടെ അസസ്മെന്റ് ബിഗിൻ ചെയ്യുന്നത് വരെ അല്ലെ ആരംഭിക്കുന്നത് വരെയുള്ള ഒരു സമയമാണ് നമ്മുടെ വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ശരിക്കും സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ഉണ്ട് കേട്ടോ. നോട്ട് ദി ജൂനിയർ ഡോക്ടർ റെസിഡന്റ്. ജൂനിയർ ഡോക്ടറോ റെസിഡന്റ് ഡോക്ടറിനെയല്ല നമ്മൾ കൺസൾട്ടന്റ് എന്ന് പറയുന്നത്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്ന ആ ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തുന്ന സമയം തൊട്ട് ആ ഒരു കൺസൾട്ടന്റ് അവരുടെ അസസ്മെന്റ് അല്ലെ ആരംഭിക്കുന്നത് വരെയുള്ള സമയമാണ് വെയിറ്റിംഗ് ടൈം ഫോർ കൺസൾട്ടേഷൻ ഉദ്ദേശിക്കുന്നത്. സോ ഫോർമുല എങ്ങനെയാ വരിക നോക്കി. ഫോർമുല എങ്ങനെയാണ് വരിക? സം ഓഫ് ദ ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ സം ഓഫ് ദ എന്താണ് വെയിറ്റിംഗ് ടൈം ആണ് കേട്ടോ. സം ഓഫ് ദ വെയിറ്റിംഗ് ടൈം ഫോർ ദ പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പേഷ്യന്റിന് എടുക്കുന്ന ആ ഒരു വെയിറ്റിംഗ് ടൈം അല്ലെ ഡിവൈഡഡ് ബൈ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. ആകെ വന്നിട്ടുള്ള ഔട്ട് പേഷ്യൻസുകളുടെ എണ്ണം അല്ലെ. ഔട്ട് പേഷ്യൻസിന്റെ ഇടയിലാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആകെ എത്ര ഔട്ട് പേഷ്യൻസ് ഉണ്ട്, ആ ഔട്ട് പേഷ്യൻസിന് കൺസൾട്ടേഷൻ ആയിട്ട് എത്ര സമയം അവർക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. സമ്മാണ് ന്യൂമറേറ്ററിലെ സമ്മും ഡിനോമിനേറ്ററിലെ നമ്പറും ആണ് വരുന്നത്. ഞാൻ പറഞ്ഞു സം ബൈ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ആവറേജ് ആണ് അല്ലെ. ആവറേജ് ടൈം ആണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത് അല്ലെ. ആവറേജ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. അപ്പൊ നമ്മളൊരു പേഷ്യന്റ് അല്ല കേട്ടോ, ഒരുപാട് പേഷ്യൻസിന്റെ സം എടുത്തിട്ടാണ് നമ്മൾ ആ ആവറേജ് ടൈം ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. സം ഓഫ് ദ ടോട്ടൽ വെയിറ്റിംഗ് ടൈം ഫോർ ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. ആകെയുള്ള ഔട്ട് പേഷ്യൻസുകളുടെ എണ്ണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വെയിറ്റിംഗ് ടൈം കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അടുത്തതായിട്ടോ 23ാമത്തെ വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് കേട്ടോ. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഇനി ഡയഗ്നോസ്റ്റിക്സിന് എടുക്കുന്ന സമയം. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? ലാബ് ടെസ്റ്റുകളാവാം, റേഡിയോളജി ടെസ്റ്റുകളാവാം അല്ലെ. എന്തെങ്കിലും സ്കാനിങ് ഒക്കെ പറയാന്, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് പറയാന്. അപ്പൊ അതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് എടുക്കുന്ന വെയിറ്റിംഗ് ടൈമാണ് അടുത്ത ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മളെ പറയുന്നത്. അപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യണം എപ്പോ തൊട്ട് എപ്പോ വരെയുള്ള സമയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. Waiting time for diagnostics is the time from which the patient has come to the diagnostic service. The requisition form has been presented to the doctor till the time that the test is started.
അതായത് ഒരു പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ ലബോറട്ടറി ആവാം, റേഡിയോളജി ആവാം, ഇതായിക്കൊള്ളട്ടെ, ആ ഒരു ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തി അവർ ആ ഒരു റിക്വസിഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയം തൊട്ട് ആ കൗണ്ടറിൽ ആ ഒരു റിക്വസിഷൻ ഫോം അതിന്റെ ടെസ്റ്റ് ചെയ്യാനുള്ള ആ റിക്വസിഷൻ ഫോം കൗണ്ടറിൽ കൊടുക്കുന്ന സമയം തൊട്ട് അവരുടെ ടെസ്റ്റ് ആരംഭിക്കുന്നത് വരെയുള്ള സമയം ആ ഒരു റിക്വസിഷൻ ഫോം കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ചിലപ്പോൾ ടെസ്റ്റ് ഉണ്ടാവില്ല. പല പേഷ്യൻസ് അവിടെ വന്നിട്ടുണ്ടാവും. കുറച്ച് സമയം ചിലപ്പോൾ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും അല്ലേ? ഓക്കെ, അപ്പൊ അത് അവിടെ വരെയുള്ള ആ ഒരു ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള സമയമുണ്ട്. ടെസ്റ്റ് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയമല്ല, ആ ടെസ്റ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു അതുവരെയുള്ള സമയമാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫോർമുല എന്താണ് വരിക നോക്കി, സം ഓഫ് ദ ടോട്ടൽ ടൈം ഫോർ ദ പേഷ്യന്റ് റിപ്പോർട്ടിംഗ്. അതായത് ഒരു പേഷ്യന്റിന് റിപ്പോർട്ടിംഗ് മീൻസ് ആ പേഷ്യന്റ് ആ ഒരു റിക്വസിഷൻ ഫോം കൗണ്ടറിൽ ഏൽപ്പിക്കുന്നത് തൊട്ടുള്ള അല്ലെ ആ ഒരു സമയം, ടോട്ടൽ വെയിറ്റിംഗ് ടൈം ആണ് എഴുതുന്നത്. സം ഓഫ് ദ ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ടൈം. ഇതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് ഒബ്സർവേഷൻ പറഞ്ഞില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ. സം ഓഫ് ദ ടൈം ഫോർ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് divided by number of patients reported in diagnostics. അല്ലെ, ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് ഉള്ള ആകെ പേഷ്യൻസുകളുടെ എണ്ണം. അപ്പോഴും നോക്കിയേ ന്യൂമറേറ്ററിൽ സമ്മും ഡിനോമിനേറ്ററിൽ നമ്പറും ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതായത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, അടുത്തത് കേട്ടോ. അടുത്തത് വരുന്നത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് എടുക്കുന്ന സമയം അല്ലെ. അപ്പൊ നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ആണ്, ഡിസ്ചാർജിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാല് അഡ്മിറ്റ് ചെയ്യുന്നത് തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള സമയമാണോ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് തോന്നും. ഇതിനെല്ലാം അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താ നോക്കാം. The discharge process is considered to have initiated when the consultant formally approves the discharge and ends with a patient in the clinical unit. അതായത് ഒരു പേഷ്യന്റിന് ഒരു ഡോക്ടർ നമ്മുടെ കൺസൾട്ടന്റ് ഫോർമൽ ആയിട്ട് ഡിസ്ചാർജിനുള്ള ഒരു അപ്രൂവൽ കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം തൊട്ട് ആ ഒരു പേഷ്യന്റ് ആ യൂണിറ്റ് വിടുന്നത് വരെയുള്ള സമയത്തിനെയാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ എങ്ങനെയല്ല അഡ്മിഷൻ എടുത്ത് ഡിസ്ചാർജ് വരെ എടുക്കുന്ന സമയമല്ല അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിപ്പോ ആ ഒരു ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തിലായിരിക്കാം ഡോക്ടർ എന്ത് കൊടുക്കും, ഇന്ന വ്യക്തി ഇപ്പൊ ബെറ്റർ ആയി കഴിഞ്ഞാൽ ഡോക്ടർ വരും അല്ലെ, ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഫോർമൽ ആയിട്ട് അവർക്ക് ഒരു അപ്രൂവൽ കൊടുക്കുകയാണ്. ആ ഫോർമൽ അപ്രൂവൽ കൊടുക്കുന്ന ആ ഒരു സമയം തൊട്ട് ആ പേഷ്യന്റ് അവിടെ ലീവ് ചെയ്യുന്നത് വരെയുള്ള അവിടെ വിട്ടുപോകുന്നത് വരെയുള്ള സമയമാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർമുല എങ്ങനെ വരും? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് എടുക്കുന്ന ആകെ സമയം ഡിവൈഡഡ് ബൈ എന്തായിരിക്കും നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്, ആകെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട പേഷ്യൻസിന്റെ. ആകെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട പേഷ്യൻസിൽ എത്ര ടൈം കൊണ്ടാണ് അവർക്ക് ഡിസ്ചാർജ് ചെയ്തത് എന്നുള്ളതാണ് നമ്മളവിടെ കണക്കാക്കുക. ഓക്കെ, വീണ്ടും ന്യൂമറേറ്ററിൽ സം ആണ്, ഡിനോമിനേറ്റർ നമ്പർ ആണ്. സോ ഇറ്റ് ഗിവ്സ് ദ ആവറേജ് ടൈം ടേക്കൺ ഫ്രോം ദ ഡിസ്ചാർജ്. ഓക്കെ, ഇത്രയും ഓക്കെയാണോ? ഈ മൂന്നെണ്ണം ഓക്കെയാണോ? എന്നിട്ട് ഇനി നിങ്ങളോട് ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒരു കാര്യം നോക്കിയാൽ മതി. വെയിറ്റിംഗ് ടൈം എല്ലാത്തിനും ടൈം വെച്ച് തുടങ്ങുന്നത് ഇൻഡിക്കേറ്റേഴ്സിന്റെ എല്ലാ ന്യൂമറേറ്ററിലും സമ്മും ഡിനോമിനേറ്ററിലെ നമ്പറും ആയിരിക്കും. നമ്മൾ തുടക്കമാക്കി പറഞ്ഞ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്, അപ്പോൾ നമ്മുടെ ന്യൂമറേറ്ററിൽ സമ്മും ഡിനോമിനേറ്ററിലെ നമ്പറാണ് അല്ലെ. അങ്ങനെ അതൊരു ആവറേജ് ടൈം നോക്കുമ്പോൾ എപ്പോഴും ന്യൂമറേറ്ററിൽ സം ആയിരിക്കും, ഡിനോമിനേറ്ററിൽ നമ്പർ ആയിരിക്കും. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, സം ഓഫ് ടോട്ടൽ പേഷ്യന്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യന്റ്. അതായത് വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഫോർമുല വരിക കേട്ടോ. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക് സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ്. ഒരു ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് സം ഓഫ് ദ ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് കേട്ടോ. ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, മാറിപ്പോവാതിരിക്കാണ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 32 പഠിച്ചു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് കേട്ടോ 25ാമത്തെ percentage of medical records having incomplete or improper consent. That is percentage of medical records having incomplete or improper consent. അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അതുപോലെ ഇംപ്രോപ്പർ കൺസെന്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. അതാണ്
ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പൂർത്തിയാക്കാത്തതും അതുപോലെ എന്താണ് പ്രോപ്പർ കൺസെന്റ് ഇല്ലാത്തതുമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. അപ്പൊ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിച്ചതാണ്. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലെ. ഒരു മെഡിക്കൽ റെക്കോർഡ് 30 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യുന്ന ഫിസിഷ്യൻ ആണ്, അതൊക്കെ നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ റെക്കോർഡിലെ എന്ത് വിവരങ്ങളും നമ്മൾ പുറത്ത് ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും മെഡിക്കൽ റെക്കോർഡിലെ രോഗിയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നതിനായാലും കൃത്യമായിട്ടുള്ള കൺസെന്റ് ആവശ്യമാണ്, സമ്മതം ആവശ്യമാണ് അല്ലെ. അഡ്മിഷൻ ആയാലും എന്ത് പ്രൊസീജിയറിന് കൺസെന്റ് ഫോം ആവശ്യമാണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ പൂർത്തിയാകാത്തത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതും ഇംപ്രോപ്പർ കൺസെന്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനമാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ആദ്യം തന്നെ എന്താണ് ഇൻഫോംഡ് കൺസെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻഫോംഡ് കൺസെന്റ് is a type of consent in which the health care provider has a duty to initiate his or her patient about the procedure, its potential risk and benefits, alternative procedure or treatment with the risk and benefits, so as to make the patient able to take an informed decision of his or her health care. അതായത് നമ്മൾ പലപ്പോഴും പറയുന്നത് കൺസെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എല്ലാ വിവരങ്ങളും രോഗിയെ അറിയിച്ചുകൊണ്ട് നമുക്ക് അവരിൽ നിന്നും ലഭിക്കുന്ന സമ്മതമാണ്. അപ്പൊ സമ്മതം പല രീതിയിൽ നമുക്ക് വാങ്ങാലോ. നമ്മൾ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് പറയില്ല, കുറെയൊക്കെ എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് അങ്ങനെ നമുക്ക് സമ്മതം വാങ്ങാം. ഓക്കെ, അതല്ല ഇവിടെ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വിവരങ്ങളും ട്രാൻസ്പാരന്റ് ആയിട്ട് ഒരു രോഗിയോടാണെങ്കിൽ ആ രോഗിക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അതിന്റെ പ്രൊസീജിയർ എന്താണ്, അതുപോലെ ആ ഒരു പ്രൊസീജിയർ മീൻസ് ട്രീറ്റ്മെന്റ് ആവാം, മറ്റെന്ത് പ്രൊസീജിയേഴ്സ് ആണെങ്കിലും, അതുപോലെ അതിന്റെ പൊട്ടൻഷ്യൽ റിസ്ക് എന്ന് വെച്ചാൽ ഓരോ പ്രൊസീജിയറിനൊക്കെ അതിൻ്റെതായ ചില ബെനിഫിറ്റുകൾ ഉണ്ടാവും, റിസ്ക് ഉണ്ടാകും. അപ്പൊ ബെനിഫിറ്റുകളാണെങ്കിലും റിസ്കുകളാണെങ്കിലും അതുപോലെ തന്നെ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ഉണ്ടോ അല്ലെ, അതിന് സമാന്തരമായിട്ട് അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റുകളോ പ്രൊസീജിയറുകളോ ഉണ്ടോ, അതിന്റെ റിസ്കും ബെനിഫിറ്റുകളും എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ കൃത്യമായിട്ട് ആരെ ബോധിപ്പിച്ചിരിക്കണം, പേഷ്യന്റിനെ അറിയിച്ചിരിക്കണം. അങ്ങനെ വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് വളരെ ഓണസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി അവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു സമ്മതം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻഫോം ചെയ്തിട്ട് നമുക്ക് അവരിൽ നിന്നും ലഭിക്കുന്ന ഒരു കൺസെന്റ്, അങ്ങനെയുള്ള ഒരു കൺസെന്റ് ഇൻഫോംഡ് കൺസെന്റ് എന്നാണ് പറയുക. അത്തരത്തിൽ ഇൻഫോംഡ് കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു മെഡിക്കൽ റെക്കോർഡ് അങ്ങനെ മെഡിക്കൽ റെക്കോർഡ് അങ്ങനെ ഒരു ഇൻഫോംഡ് കൺസെന്റ് ആണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഒരു ഇൻഫോംഡ് കൺസെന്റ് ലഭിച്ചാൽ മാത്രം ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ തീരുമാനിക്കണമെങ്കിൽ നമ്മൾ എല്ലാ വിവരങ്ങളും അവരോട് തുറന്നു പറയണം അല്ലെ, എങ്കിലാണ് അവർക്ക് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റി സർവീസസിലെ ഭാഗങ്ങളാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അതേപോലെയുള്ള ഒരു കൺസെന്റ് ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനമാണ് നമ്മളൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഫോർമുല എങ്ങനെയാണ് ഞാൻ നോക്കി, നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ഓഫ് ഇംപ്രോപ്പർ കൺസെന്റ് അല്ലെ, കംപ്ലീറ്റ് അല്ലാത്തതും ഇംപ്രോപ്പർ കൺസെന്റോട് കൂടിയതുമായ മെഡിക്കൽ റെക്കോർഡുകളുടെ ഡിവൈഡഡ് ബൈ എന്താണ്, നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് അല്ലെ, നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഇൻടു 100. അപ്പൊ നമുക്കൊരു സംശയം വേണമെങ്കിൽ തോന്നാം, എന്തുകൊണ്ടാണ് നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് എന്ന ഡിനോമിനേറ്ററിൽ വന്നേക്കൊരു ഡൗട്ട് തോന്നാം. എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മെഡിക്കൽ റെക്കോർഡിൽ അല്ലെ, അതായത് ഒരു ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു രോഗിയുടെ റെക്കോർഡ് ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കണം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഒരു ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആയിരിക്കണം. ഇൻ കേസ് കംപ്ലീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആവാനുള്ള പ്രൊസീജിയറുകൾ ഫിസിഷ്യന്റെ ഭാഗത്ത് നിന്ന് എടുക്കണം അല്ലെ. അപ്പൊ ഒരു അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ മരിച്ചിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിലും ഓൾറെഡി ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിലും അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ കംപ്ലീറ്റഡ് ആയിരിക്കും, അണ്ടർസ്റ്റുഡ് ആണ്. അതാണ് അവിടെ എടുക്കുന്നത്. അങ്ങനെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട് അതിനകത്ത് ഈ പറയുന്ന ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോപ്പർ കൺസെന്റോട് കൂടിയിട്ട് എത്ര മെഡിക്കൽ റെക്കോർഡുകൾ അതിനകത്തുണ്ട് എന്നതാണ് കണക്കാക്കുന്നത്. ഇൻടു 100 ബിക്കോസ് പെർസെന്റേജ് ആണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇൻടു 100 ആണ്.
ക്ലിയർ ആണല്ലോ. നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കൺസൾട്ട് divided by number of discharges and death into 100. ഓക്കെ, ഡിസ്ചാർജ് ഡെത്ത് ചെയ്തവരുടെ റെക്കോർഡുകൾ എന്തായിരിക്കണം, കംപ്ലീറ്റഡ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. അങ്ങനെയുള്ള റെക്കോർഡുകളില് എത്ര എണ്ണത്തിൽ ഇംപ്രോപ്പർ കൺസെന്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ 100 വരാനാണ് പെർസെന്റേജ്. അടുത്തത് കേട്ടോ 26ാമത്തെ നോക്കാണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ ആണ് കേട്ടോ. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. സ്റ്റോക്ക് ഔട്ട് ആവാന്ന് വെച്ചാൽ എന്താണ്, തീർന്നു പോകുന്ന അവസ്ഥ, പ്രത്യേകിച്ച് എമർജൻസി മെഡിക്കേഷൻസ് അല്ലെ. ഈ പറയുന്ന എമർജൻസി മരുന്നുകളുടെ സ്റ്റോക്ക് ഔട്ട് റേറ്റ് ആണ് നമ്മൾ കണക്കുന്നത്. നമുക്ക് ന്യൂസിലൊക്കെ കേട്ടിട്ടില്ലേ, ക്യാൻസറിന്റെ മരുന്നുകള് അല്ലെ, അതുപോലെ മെഡിക്കൽ കോളേജിലൊക്കെ വളരെ എമർജൻസി മരുന്നുകൾ പോലും കിട്ടാനില്ലാത്ത അവസ്ഥകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ ക്വാളിറ്റിനെ വളരെ എന്താ പറയാ, ക്വാളിറ്റിനെയൊക്കെ വളരെ മോശമായിട്ട് ബാധിച്ച സാഹചര്യങ്ങളാണ് അല്ലെ. അതാണ് അവിടെ കണക്കിലെടുക്കുന്ന മറ്റൊരു ഇൻഡിക്കേറ്റർ സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ് കേട്ടോ. അതായത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മെഡിക്കേഷൻസ് മറ്റുള്ള മരുന്നുകളുടെ പോലെയല്ല, എമർജൻസി മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള മരുന്നുകളുടെ സ്റ്റോക്ക് ഔട്ട് റേറ്റ് ആണ് അടുത്തൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് സ്റ്റോക്ക് ഔട്ട്? സ്റ്റോക്ക് ഔട്ട് മീൻസ് ആ സ്റ്റോക്ക് തീർന്നു പോകുന്ന അവസ്ഥ, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ സ്റ്റോക്ക് ഔട്ട് ഈസ് എൻ ഇവന്റ് വിച്ച് ഹാപ്പൻസ് when an item listed as an emergency medication by the organization is not available upon the requested requirement date of the organization. സ്റ്റോക്ക് ഔട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്, എമർജൻസി മരുന്നുകളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള മരുന്നുകൾ അതൊരു ഓർഗനൈസേഷൻ ഒരു ഹോസ്പിറ്റൽ ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് ലഭ്യമല്ലാതിരുന്ന അവസ്ഥ, അല്ലെങ്കിൽ തീർന്നു പോകുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫോർമുല എങ്ങനെയിരിക്കും വരിക, നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഓഫ് എമർജൻസി അല്ലെ, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മരുന്നുകളുടെ ഡിവൈഡഡ് ബൈ എന്താണ്, നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലറി ഇൻറ്റു, അവിടെ ഇൻറ്റു ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് ഇൻറ്റു ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾ എഴുതണം കേട്ടോ, ഇൻറ്റു ഇടണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലറി ഇൻറ്റു 100 കേട്ടോ. അതായത് എമർജൻസി മരുന്നുകളായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ഫോർമുലറിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യ മരുന്നുകള് അതിനകത്ത് എത്ര എണ്ണം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്, ഓക്കെ, ഇൻറ്റു 100 പെർസെന്റേജ് അല്ലെങ്കിൽ റേറ്റ് ആയതുകൊണ്ട് ഇൻറ്റു 100ലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 100 കേട്ടോ. ഏതായാലും പറഞ്ഞത് ഫോർമുലറിയൊക്കെ നമ്മൾ ഫാർമസി പഠിച്ചപ്പോ പറഞ്ഞതാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനാണ് ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റൽ ഫോർമുലറിലെ എമർജൻസി മരുന്നുകളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആദ്യ മരുന്നുകൾ എത്ര ഉണ്ടെന്ന് നോക്കാം. അതിനകത്ത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മരുന്നുകൾ എത്ര ഉണ്ട് ഇൻറ്റു 100. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ ഒരു കാര്യം ഇപ്പൊ നമ്മൾ പഠിച്ച ആ ഫോർമുലകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി, നിങ്ങള് ജസ്റ്റ് വായിച്ചു നോക്കി, നമുക്ക് അടുത്തത് പറയാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. അടുത്തത് 27 കേട്ടോ, 27 പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത്
number of variations observed in mock drills. എന്താണ് number of variations observed in mock drills. mock drillsകളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വേരിയേഷൻസുകളുടെ എണ്ണം. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഒരു മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ് അല്ലെ? എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വരിക അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക നാച്ചുറൽ ഡിസാസ്റ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ് ഇത് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ വർഷം നമ്മുടെ ഇന്ത്യയിൽ ഒരു മോക്ക് ഡ്രിൽ നടക്കുന്നതാവുന്നില്ലേ? നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യ പാക് വാറിന്റെ സമയത്ത് ആയിരുന്നില്ല സമയത്ത് ഒരു മോക്ക് ഡ്രില്ലൊക്കെ കണ്ടക്ട് ചെയ്തു ഈ വർഷം തുടക്കത്തിൽ ഓർമ്മയിലേക്ക്. ഓക്കെ, അത് ഇന്ത്യയിലുള്ള നമ്മള് കോവിഡിന്റെ സമയത്തും ഈ പറയുന്ന പോലെ മോക്ക് ഡ്രില്ലൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ അതിനെ നേരിടണം എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന മോക്ക് ഡ്രില്ലിൽ ഒബ്സർവ് ചെയ്യപ്പെടുന്ന വ്യതിയാനങ്ങളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ആദ്യം എന്താണ് മോക്ക് ഡ്രിൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിക്കാം. മോക്ക് ഡ്രിൽ ഈസ് എ സിമുലേഷൻ എക്സർസൈസ് ഓഫ് പ്രിപ്പയർഡ്നെസ് ഫോർ എനി ടൈപ്പ് ഓഫ് ഇവന്റ്. അറിയാലോ പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് കുഡ് ബി an event or a disaster. ഒരു ഡിസാസ്റ്റർ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാറിന്റെ സാഹചര്യം വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് നമ്മൾ മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. ദിസ് ഈസ് ബേസിക്കലി എ ഡ്രൈ റൺ ഓർ പ്രിപ്പയർഡ്നെസ് ഡ്രിൽ. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ നടത്താറുണ്ട്? ഫയർ മോക്ക് ഡ്രില്ല് നടത്താറുണ്ട് അല്ലെ, ഡിസാസ്റ്റർ ഡ്രില്ലുകൾ നടത്താറുണ്ട്, കോഡ് ബ്ലൂ ഡ്രില്ല്. കോഡ് ബ്ലൂ അറിയാലോ ഹോസ്പിറ്റലിലൊക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ് അല്ലെ. ഓക്കെ, കോഡ് ബ്ലൂ ഡ്രില്ല്, ഒരു ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രിൽ ലൈക്ക് കോവിഡ് പോലത്തെയൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഒബ്സർവ് ചെയ്യപ്പെടുന്ന വാരിയേഷൻസുകളുടെ എണ്ണം. അപ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആണ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. എക്സാമ്പിളിന് എന്ത് പറയുന്നതാണ് കേട്ടോ. അതായത് ഇപ്പോ നമ്മളൊരു ഹോസ്പിറ്റലിൽ മോക്ക് ഡ്രില്ല് കണ്ടക്ട് ചെയ്യുന്ന വിചാരിക്കാം. ഓക്കെ, അപ്പോ സാധാരണ നമ്മളൊരു മോക്ക് ഡ്രില്ല് കണ്ടക്ട് ചെയ്യുക അത് കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയർ ഉണ്ട്. ഒരു കോടിപ്പോയി മോക്ക് ഡ്രില്ല് കണ്ടക്ട് ചെയ്യുക. ഒരു മോക്ക് ഡ്രില്ല് കണ്ടക്ട് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കിയൊരു പ്രൊസീജിയറിന് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ മോക്ക് ഡ്രില്ലൊക്കെ പ്ലാൻ ചെയ്തിട്ട് നടപ്പിലാക്കുന്നത്. അപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു മോക്ക് ഡ്രില്ല് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഇങ്ങനെയാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഡിസാസ്റ്റർ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായി, അതിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ഡ്രില്ലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ അതിന്റെ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയർ പ്രകാരം നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് അവരവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരു അലാം വരികയാണ്. ഒരു അലാം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്നോ അപ്പൊ തന്നെ അതിൽ ഒരു സൗണ്ട് വരികയാണ്. അലാമത്തിൽ ഒരു സൗണ്ട് വരികയാണ്. ആ സൗണ്ട് കേട്ട ഉടനെ തന്നെ ആളുകൾ എല്ലാവരും ഒരു 10 minutes കൊണ്ട് എവിടേക്ക് എത്തണം? ഈ പറയുന്ന ഓപ്പൺ സ്പേസ് താഴെയുള്ള ഓപ്പൺ സ്പേസിലോട്ട് എത്തണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മോക്ക് ഡ്രിൽ എന്ന് വിചാരിക്കുക. അതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയർ ആണ്. ആ പ്രൊസീജിയർ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ അലാറത്തിൽ സൗണ്ട് വരുന്നു. ആ സൗണ്ട് കേട്ട ഉടനെ ആളുകൾ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്ത് 10 minutes-നുള്ളിൽ 10 minutes ആണ് അവിടെ ടൈം പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ ആളുകൾ എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്തേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയറിൽ ഇരിക്കുന്നത്. നമ്മൾ ഇത് കണ്ടക്ട് ചെയ്യാണ്, മോക്ക് ഡ്രില്ല് കണ്ടക്ട് ചെയ്യാണ്. കണ്ടക്ട് ചെയ്തപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. പക്ഷെ അപ്പൊ തന്നെ എന്ത് വന്നില്ല? കാരണം സൗണ്ട് വരില്ല. അതായത് ഒരു 3 minutes ലേറ്റ് ആയിട്ടാണ് അലാറത്തിൽ നിന്ന് സൗണ്ട് വന്നത്. അപ്പൊ അവിടെ ഒരു വാരിയേഷൻ വന്നോ? നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് തീരുമാനിച്ചതിന് ചെറിയൊരു വാരിയേഷൻ വന്നു കഴിഞ്ഞൊക്കെ. അതുകൂടാതെ 10 minutes-നുള്ളിലാണ് ആളുകളോട് ഇവാക്യുവേറ്റ് ചെയ്ത് വരാൻ പറഞ്ഞത്. ഒരു 10 minutes-നുള്ളത് എന്ത് സംഭവിച്ചു? ഒരു 5 minutes കൂടെ എക്സ്ട്രാ എടുത്തു. ഒരു 15 minutes കൊണ്ടാണ് ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്തോട്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും ഒരുപാട് വാരിയേഷൻസ് അവിടെ ഉണ്ടായി അല്ലേ? ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മോക്ക് ഡ്രിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് ഒബ്സർവ് ചെയ്യപ്പെടുന്ന വാരിയേഷൻസുകളുടെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയർ നമ്മളത് കണ്ടക്ട് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ ഒരു വാരിയേഷൻസുകളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഫോർമുല എങ്ങനെ വരിക? ടോട്ടൽ നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ
ഒരു മോഡലിന് ഒബ്സർവ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യതിയാനത്തെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് മോഡൽസ് കണ്ടക്ടർ അല്ലെങ്കിൽ അർത്ഥം അല്ലെ? ആദ്യം നടന്നിട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണം ഒബ്സർവ് ചെയ്യുന്നത് എപ്പോഴാണ്? മോഡലിന്റെ സമയത്ത്. അപ്പൊ എന്താ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോഡൽസ് കണ്ടക്ടഡ് തന്നെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻറ്റു 100 കേട്ടോ. ഓക്കെ, ഇൻറ്റു 100. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒരു മിനിറ്റ് നമുക്ക് വരാവേ. ക്ലിയർ ആണല്ലോ? കട്ട് ചെയ്യോ കേട്ടോ. 27ാമത്തെ നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് 28 നോക്കാം. 28ാമത്തെ പേഷ്യന്റ് ഫാൾ റേറ്റ് അഥവാ ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ് കേട്ടോ. പേഷ്യന്റ് ഫാൾ റേറ്റ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നാം. പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യന്റിന്റെ എണ്ണത്തിൽ വരുന്ന കുറവാണോ ഉദ്ദേശിക്കുന്നത്, അതോ ശരിക്കും വീണ് പോകുന്ന പേഷ്യൻസിന്റെ എണ്ണമാണോ? അങ്ങനൊരു സംശയം തോന്നാം. അപ്പൊ ഞാൻ രണ്ടാമത്തെയാണ് സംഭവം. അതായത് ശരിക്കും വീണ് പോകുന്ന വീഴ്ച സംഭവിക്കുന്ന ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ എന്തെങ്കിലും ട്രീറ്റ്മെന്റിലോ കാര്യങ്ങൾക്കൊക്കെ വന്നിട്ട് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കാം. അല്ലെങ്കിൽ അവിടെ വല്ല പേഷ്യന്റ് വീഴുക, അവരുടെ സ്റ്റൈലിന്റെ വീഴയോ അല്ലെങ്കിൽ ബാത്റൂമിന്റെ വീഴയോ കട്ടിലിന്റെ വീഴയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ, അതിന്റെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് പേഷ്യന്റ് ഫോൾ റേറ്റ് എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിലോട്ട് വരുന്ന പേഷ്യന്റിന്റെ എണ്ണത്തിലുള്ള കുറവല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് വായിക്കാം. അത് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാമല്ലോ. അതൊക്കെ ശരിക്കും എന്തുകൊണ്ടാണ്? ഒരു ഹോസ്പിറ്റലിലെ ഫെസിലിറ്റികളിലുള്ള പോരായ്മകൾ കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത് എന്തെങ്കിലും ഒരു ചികിത്സക്കായിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോ പെട്ടെന്ന് അവര് ബെഡിൽ നിന്ന് വീണ് പോവുക, അല്ലെങ്കിൽ ഇപ്പൊ ബാത്റൂമിൽ വീഴുക, അങ്ങനെ സംഭവിക്കും. ബാത്റൂമിലൊക്കെ വീഴാൻ കാരണം ചിലപ്പോൾ സ്ലിപ്പറി ഫ്ലോർ ആയതുകൊണ്ടായിരിക്കാം അല്ലെ. അടുത്ത ഫ്ലോറിൽ ചിലപ്പോൾ വെള്ളത്തിലുള്ളത് കൊണ്ട് അവർക്ക് അവിടെ വീണ് അങ്ങനെ വല്ല അവർക്ക് അപകടങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അല്ലെ. അതൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഫെസിലിറ്റികളാണ്. വേണ്ടത്ര ലൈറ്റ് ഇല്ല, വെളിച്ചില്ലാത്തതിന്റെ പേരിലൊക്കെ ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ വീഴുകയോ അങ്ങനെയൊക്കെ സംഭവിക്കാം കേട്ടോ. അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഹോസ്പിറ്റൽ ഫെസിലിറ്റികളിലുള്ള കുറവുകളും അഭാവങ്ങളൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. What is a fall? എന്താണ് fall എന്നാണ് പറയുന്നത്. A fall is defined as a loss of upright position that results in landing of the floor, ground of an object or a furniture, or a sudden uncontrolled, unintentional, non-purposeful downward displacement of the body to the floor or ground, or hitting another object like a chair or stair. നമുക്കറിയാവുന്നതല്ലേ fall എന്ന് പറയുന്നത് എന്തോ ആവാം അല്ലെ. ഒരു സ്റ്റൈലിന്റെ വീഴുന്നതോ കട്ടിലിന്റെ വീഴുന്നതോ എന്താണ് അൺകൺട്രോൾഡ് ആയിട്ട് അല്ലെ ആകസ്മികമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അല്ലെ. അത്തരം സംഭവങ്ങൾ നമ്മൾ fall എന്നാണ് പറയുന്നത്. It is an event that ends in a person coming to rest unknowingly on the ground or floor or other lower level അല്ലെ. അപ്പൊ വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ചിലപ്പോൾ അതുമൂലം രോഗിക്ക് എന്ത് സംഭവിക്കും? രോഗി ഒരുപക്ഷെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുലയാണ് നമ്മൾ നോക്കുന്നത്. ഫോർമുല എങ്ങനെയാ വരിക? നമ്മൾ ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ് ആണ് കണക്കാക്കുന്നത് കേട്ടോ. 1000 പേഷ്യന്റ് ഡേയ്സ് 1000 ഇടാനുള്ള കാരണമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഫോർമുല എന്താണ് വരിക? നമ്പർ ഓഫ് പേഷ്യന്റ് ഫാൾസ് അല്ലെ, വീണ് പോകുന്ന പേഷ്യന്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് അവിടുത്തെ സാഹചര്യത്തില് വീണ് പോയിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുള്ള പേഷ്യൻസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ്. ആകെ ഈ ദിവസം അല്ലെ. പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഡേയ്സ് ദാറ്റ് പേഷ്യന്റ് ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ് അല്ലെ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ദിവസങ്ങളുടെ എണ്ണമാണ് പേഷ്യന്റ് ഡേയ്സ് എന്ന് പറയുന്നത്. അങ്ങനെ പേഷ്യന്റ് ഡേയ്സ് എടുക്കാം. അങ്ങനെ രോഗികൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരുന്ന ദിവസങ്ങളില് എത്ര രോഗികൾക്ക് ഇതുപോലെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇൻ 1000 നമ്മൾ ഒരു പർട്ടിക്കുലർ യൂണിറ്റിലാണ് പറയുന്നത്.
into 1000. Okay, clear ആയോ? Clear ആയോ? അപ്പൊ നമുക്ക് number of patient calls divided by total number of patient days into 1000. Okay, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് കേട്ടോ 29ാമത്തെ പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേട്ടോ. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്താണെന്ന് നിങ്ങൾ ക്വാളിറ്റി അഷ്വറൻസിന്റെ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ പറയില്ലേ നിയർ മിസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഭാഗ്യത്തിൽ സംഭവിച്ചില്ല എന്ന് പറയില്ല. നമ്മൾ അപകടത്തിൽ രക്ഷപ്പെടുക എന്നൊക്കെ പറയും, തലനാരിലേക്ക് രക്ഷപ്പെടുക എന്ന് പറയില്ല. അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ നിയർ മിസ്സസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള അങ്ങനെയുള്ള ഇൻസിഡൻസുകളുടെ പെർസെന്റേജ് ആണ് അവിടെ കണക്കിലെടുക്കുന്നത് കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് നിയർ മിസ്? എന്താണ് നിയർ മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, നിയർ മിസ് ഇസ് ആൻ അൺപ്ലാനഡ് ഇവന്റ് that did not engage injury, illness or damage but had the power to do so. Now, ഒരു നിയർ മിസ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഇങ്ങനെയുള്ള ഇൻസിഡന്റ് ആണ്, പ്ലാനഡ് ആയിട്ടുള്ള ഇൻസിഡന്റ് അല്ലെ, പെട്ടെന്ന് ഉണ്ടാകുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില സംഭവങ്ങളാണ്. പക്ഷെ അതൊരിക്കലും ഒരു മുറിവിലോ അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജിലേക്കോ നയിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നയിക്കാൻ പവർ ഉണ്ടായിരുന്നു, സംഭവിച്ചതിന് പക്ഷെ ഫോർച്ചുനേറ്റ്ലി സംഭവിച്ചില്ല എന്ന് പറയില്ലേ. അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നമ്മള് നിയർ മിസ്സസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, the errors that did not result in patient harm but could have can be classified as a near. Okay, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഫോർമുല നോക്കാം. എന്താണ്? നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിയർ മിസ്സസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ്. അതായത് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസിഡന്റുകളുടെ എണ്ണം. അത് ചിന്തിക്കണം, ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസിഡൻസുകൾ എത്ര ഉണ്ടെന്ന് നോക്കാം. അതിനകത്ത് ഇതുപോലെ തലനാരിലേക്ക് രക്ഷപ്പെട്ട കേസുകൾ എത്ര ഉണ്ടായിരുന്നു അങ്ങനെ എടുക്കുന്നത് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആകെ ഇതുപോലത്തെ ഇൻസിഡൻസുകൾ എത്ര ഉണ്ടായി. ആ ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും നിയർ മിസ്സസ് ഉണ്ടാകുന്നതില്ല അല്ലേ. ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ മോശം സംഭവങ്ങളാണ്, പക്ഷെ എല്ലാ ഇൻസിഡൻസിലും നിയർ മിസ്സസ് കേസ് ഉണ്ടാകുന്ന നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ അതങ്ങനെ ചിന്തിക്കണം കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് ഇൻസിഡന്റ് താഴെ ഡിനോമിനേറ്റർ തന്നെ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് എന്നാണ് കേട്ടോ. ഇത് 100 ആണ്, ബിക്കോസ് പെർസെന്റേജ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നോട് പറയാം, നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ് ഡിവൈഡഡ് ബൈ ഇതാണ് നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻ 100. ആകെ എത്ര ഇൻസിഡൻസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എത്ര കേസുകളായിരുന്നു നിയർ മിസ്സസ് ആയിട്ട് ഉണ്ടായിരുന്നത് into 100. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നീഡിൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇഞ്ചക്ഷനോ ഇൻഫ്യൂഷനോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന മുറിവുകളൊക്കെ ചിലപ്പോൾ സംഭവിക്കാം അല്ലെ. അങ്ങനെയുള്ള കേസുകളുടെ എണ്ണമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. Needle stick injury is a perforating stab hook from a needle or other sharp object. Needle മാത്രമല്ല കേട്ടോ, ഏത് ഷാർപ്പ് ഒബ്ജക്റ്റും ആവാം. That may result in exposure to blood or other body fluids. അതുപോലെ മുറിവ് സംഭവിക്കുകയും പറയുന്ന പോലെ ബ്ലഡ് ഒക്കെ വരുന്ന ഇഷ്യൂസുകൾ സംഭവിക്കാം അല്ലെ. അതിനെയാണ് നമ്മൾ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. സോ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ആർ ദ wounds caused by needles that accidentally puncture the skin. പെട്ടെന്ന് സ്കിന്നില് എന്തെങ്കിലും പങ്ക്ചർ സംഭവിച്ച് അറിയാതെ ഈ പറയുന്ന പോലെ ബ്ലീഡഡ് ആവുന്ന അല്ലെങ്കിൽ മുറിവ് സംഭവിച്ച് ബ്ലീഡഡ് ആവുന്ന അത്തരം കേസുകളുടെ എണ്ണമാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഫോർമുല എങ്ങനെയാണ് വരിക നോക്കിയേ. നമ്പർ ഓഫ് പാരന്ററൽ എക്സ്പോഷർ. പാരന്ററൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ പാരന്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇൻഫ്യൂഷൻ ഇഞ്ചക്ഷൻ അതുമൂലമൊക്കെ സംഭവിക്കുന്ന ഈ പറയുന്ന മുറിവുകൾ കേട്ടോ. അങ്ങനെയുള്ള മുറിവുകളെയാണ് നമ്മള് പാരന്ററൽ എക്സ്പോഷേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്പർ ഓഫ് പാരന്ററൽ എക്സ്പോഷേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ് into 1000 അല്ലെ. നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ് അതായത് ആകെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള പേഷ്യന്റ് ഡേയ്സ്, രോഗി ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ദിവസങ്ങളുടെ ഈ പറയുന്ന പോലെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ള കേസുകളുടെ എണ്ണമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. into 1000 ആണ്. ഓക്കെ, ഒരു യൂണിറ്റിലായിട്ട് നമ്മൾ പറയുന്നു into 1000. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഫോർമുലകൾ നിങ്ങൾക്ക് ഓക്കെ ആണോ?
നെക്സ്റ്റ് വരുന്നത് 31ാമത്തെ appropriate handovers during shift change to be done separately for doctors and nurses per patient per shift. കേട്ടോ മറ്റൊരു ഇൻഡിക്കേറ്റർ ആണ് appropriate handovers during shift change to be done അത് separately for doctors and nurses per patient per shift. നമ്മൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ ഡോക്ടേഴ്സ് നഴ്സസ് അവർക്ക് ഷിഫ്റ്റ് ആയിരിക്കും അല്ലെ. പ്രത്യേകിച്ച് നഴ്സസിനൊക്കെ നമുക്കറിയാം ഡേ ഡ്യൂട്ടി ഉള്ള ഒരു നഴ്സ് നമ്മളെ നോക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവര് നഴ്സ് അല്ലെ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് ഇവര് എന്ത് ചെയ്യും കറക്റ്റ് ആയിട്ട് ഓരോ രോഗിയുടെ വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് മറ്റേ നഴ്സിന് പറഞ്ഞു കൊടുക്കും. അതായത് ഡ്യൂട്ടി അവിടെ ഹാൻഡ് ഓവർ ചെയ്യാണ് അല്ലെ. കംപ്ലീറ്റ് വിവരങ്ങള് ഞങ്ങൾക്ക് മെഡിക്കൽ റെക്കോർഡും നമുക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നമ്മുടെ കണ്ടീഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും ഹാൻഡ് ഓവർ ചെയ്യുന്നത് അടുത്ത ഡ്യൂട്ടിയുള്ള നഴ്സസിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. നഴ്സസിന് മാത്രമല്ല ഡോക്ടേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണമാണ്. എല്ലാവരും അതുപോലെ ചെയ്തോളുന്ന നിർബന്ധമില്ലല്ലോ. പ്രോപ്പർ സർവീസും പ്രോപ്പർ ക്വാളിറ്റി ഒക്കെ എൻഷുർ ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും അല്ലെ. അതാണ് ഉദ്ദേശിക്കുന്നത് അപ്രോപ്രിയേറ്റ് ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദി ഷിഫ്റ്റ് ചേഞ്ച് ടു ബി ഡൺ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഡോക്ടേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർമുല ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി. അതായത് ആകെ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണം എടുക്കാം. വെറും ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടില്ല, ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി. അതായത് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ശരിയായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം അല്ലെ എത്ര കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ് ഇൻടു 100. ഹാൻഡ് ഓവർ ചെയ്യേണ്ട സാഹചര്യങ്ങളുടെ എണ്ണം അല്ലെ. മൊത്തത്തില് ഏതൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് എത്ര നമുക്ക് നോക്കാം. എല്ലാവരും ഇത് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ലല്ലോ. അതിനടുത്ത് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള കേസുകളുടെ കേട്ടോ ഇൻടു 100 കേട്ടോ ഇൻടു 100. ഓക്കെ ക്ലിയർ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് ഫൈനൽ വൺ ഇതാണ് കംപ്ലൈന്റ്സ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ് കേട്ടോ. അതാണ് കംപ്ലൈന്റ്സ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ് കേട്ടോ. അതായത് മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് എഴുതിയിട്ടുള്ള കേസുകളുടെ എണ്ണമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. മരുന്നുകളുടെ പേര് കാര്യങ്ങളൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്നാണ് അതിന്റെ നോർമൽ രീതി അങ്ങനെയാണ്. പക്ഷെ എല്ലാവരും എത്രത്തോളം എഴുതുന്നുണ്ടെന്നുള്ളത് അറിയില്ല. എങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആണ് മരുന്നുകളുടെ പേര് കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാൻ. അങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസുകളുടെ ആ ഒരു എണ്ണം നിരക്കാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഫോർമുല എങ്ങനെ വരിക? ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ആകെയുള്ള പ്രിസ്ക്രിപ്ഷൻസുകളുടെ എണ്ണം അല്ലെ. എല്ലാ പ്രിസ്ക്രിപ്ഷൻസിലും ക്യാപിറ്റൽ ലെറ്റർ പാലിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇല്ല. അപ്പൊ അതുകൊണ്ട് ആകെയുള്ള പ്രിസ്ക്രിപ്ഷൻസുകളുടെ എണ്ണത്തില് ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ലെറ്റർ കറക്റ്റ് ആയിട്ട് പാലിച്ചുകൊണ്ട് എത്ര പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു ഇൻടു 100 കേട്ടോ. കാരണം ഉദ്ദേശിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഇൻടു 100. ഓക്കെ. ഇതോടുകൂടി നമ്മുടെ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഫോർമുലകൾ കഴിയാണ് കേട്ടോ. ഓക്കെ. ഓക്കെ ആണോ? ഈ 32 ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ഫോർമുലാസ് കൂടെ നിങ്ങളൊന്ന് നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി.
അയച്ചോ? ഓക്കെ എന്തെങ്കിലും ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് പേര് എടുത്തോളൂ. നമുക്ക് ഞാനേ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകൾ ഒന്ന് പറഞ്ഞു അത് നിങ്ങൾ ടിക്ക് ചെയ്ത് വെച്ചോ. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, 32 എണ്ണം ഇനിയിപ്പോ പഠിച്ചെടുക്കാനോ വായിച്ചെടുക്കാനോ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലകൾ നമ്മൾ മാർക്ക് ചെയ്ത് തരാം കേട്ടോ. അതെന്തായാലും നിർബന്ധമായിട്ട് നോക്കണം. അറിയട്ടെ? ഒന്നാമത്തെ ഫോർമുല കേട്ടോ. ഫസ്റ്റ് ഫോർമുലയിലെ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് അത് ടിക്ക് ചെയ്ത് വെച്ചോ കേട്ടോ. ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ്. മറ്റുള്ളത് നോക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. മറ്റുള്ളതും പഠിക്കണം നിങ്ങൾ. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടി ടിക്ക് ചെയ്താൽ ഇപ്പൊ ടിക്ക് ചെയ്തത് മാത്രം പഠിച്ചിട്ട് പോയാൽ ചിന്തിക്കരുത്. മറ്റുള്ളതും കൂടെ പഠിക്കാം കേട്ടോ. കേസ് എനിക്ക് എന്തെങ്കിലും മുൻവർഷവും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നോക്കിയും റെഫർ ചെയ്തും ഒക്കെ കൂടുതൽ നിങ്ങൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഫോർമുല നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് തരുന്നത്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടൊക്കെ വരാമല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അതുകൊണ്ട് പഠിക്കണം കേട്ടോ. ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ ഫോർമുല കേട്ടോ. ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ടിക്ക് ചെയ്ത് വെച്ചാൽ. പിന്നെ ഫോർത്ത് വൺ, നാലാമത്തെ മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്. നാലാമത്തെ ഫോർമുലയിലെ മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് മാർക്ക് ചെയ്തു. പിന്നെ ഏഴാമത്തെ സെവൻത്ത് ഫോർമുല പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT. അതെ കേട്ടോ, പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT അത് മാർക്ക് ചെയ്യാം. പിന്നെ നയൻത്ത് വൺ, ഒൻപതാമത്തെ പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. Percentage of transfusion reaction. Then 10th one, പത്താമത്തെ standardized mortality ratio for ICU. Standardized mortality ratio for ICU. എന്താണ് ഇഷ്ടം അറിയുന്ന എന്തിറ്റി? അറിയുന്ന ഇമോജി കിട്ടുന്ന എന്തിറ്റി? അടുത്തത് 14th കേട്ടോ. 14ാമത്തെ ഫോർമുലയാണ് 14th. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് കേട്ടോ. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. പിന്നെ 16th, 16ാമത്തെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. പിന്നെ 17th കേട്ടോ. 17ാമത്തെ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് കേട്ടോ. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. പിന്നെ 19th, 19, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. ഓക്കെ. Then 21, 21ാമത്തെ nurse to patient ratio for ICUs and wards. Nurse to patient ratio for ICUs and wards. ഇന്ന് നമ്മൾ പഠിച്ചതാണ്. Then 23, 23ാമത്തെ waiting time for diagnostics. Waiting time for diagnostics. Next, time taken for discharge. 24ാമത്തെ കേട്ടോ. Time taken for discharge. Next, 28th, 28ാമത്തെ patient fall rate അഥവാ falls per 1000 patient days. ആ ഒരു ഫോർമുല patient fall rate. Then 31, 31, appropriate handovers during shift change to be done separately per patient per shift. ആ ഒരു ഫോർമുല കേട്ടോ. 31. Then 32, 32, last one, complaints related to medication prescription in capitals. അത്രയും മാർക്ക് ചെയ്ത് വെക്കാം.
ഒന്നുകൂടെ പറയാട്ടോ. ഫസ്റ്റ് വൺ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. പിന്നെ 4 ഡെഡിക്കേഷൻ എറർ റേറ്റ്. 7% ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ. 9% ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. 10 സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. 14 വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. 16 സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. 17 ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. 19% ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. 21 നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്. 23 വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. 24 ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. 28 പേഷ്യന്റ് ഫാൾ റേറ്റ്. 31 അപ്രോപ്രിയേറ്റ് ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച് പേഷ്യന്റ് പെർ ഷിഫ്റ്റ് കേട്ടോ. 32 കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ടാബ്ലറ്റ്സ്. അത്രയും മാർക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ബാക്കിയുള്ളത് പഠിക്കണം, ഇത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക്കും കൂടെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. അത് വന്നിട്ട് നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് ക്വാളിറ്റി എന്താണ് 23-ാമത്തെ ആണ്. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ആണോ? അത് പറയണോ? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ രോഗനിർണയത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ലാബ് ടെസ്റ്റുകള് അല്ലെ, റേഡിയോളജി ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാറില്ലേ? സ്കാനിങ് എക്സ്റേ എടുക്കാറില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് നമ്മൾ പറയുന്നത് വെയിറ്റിംഗ് ടൈം കേട്ടോ. അപ്പൊ എപ്പോ തൊട്ടുള്ള സമയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക് കേസ്, the time from which the patient has come to the diagnostic service. അതായത് പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തുന്ന സമയത്തോട്ട്, എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ റിക്വസിഷൻ ഫോം ഹാസ് ബീൻ പ്രസന്റഡ് ടു ദ ഡോക്ടർ. എക്സ്റേ എടുക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ രോഗി എവിടെ എത്തി? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എത്തി. എക്സ്റേക്കുള്ള റിക്വസിഷൻ ഫോം കൗണ്ടറിൽ കൊടുത്താണ്. ആ ഒരു സമയം തൊട്ട് ഇവിടെ വരെയാണ് till the time that the test is started. അല്ലെ, ആ ഒരു പേഷ്യന്റിനെ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് വിളിക്കുന്നത് വരെയുള്ള ഒരു സമയം. അതേ സമയത്ത് ആ പേഷ്യന്റാണ് കാത്തിരിക്കേണ്ടി വന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫോർമുല വരിക സം ഓഫ് ദ ടോട്ടൽ വെയിറ്റിംഗ് ടൈം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടോട്ടൽ വെയിറ്റിംഗ് ടൈം ആണ്, വേറെ രീതിയിൽ എത്തിക്കുന്നത് മാത്രമാണ്. സം ഓഫ് ദ ടോട്ടൽ വെയിറ്റിംഗ് ടൈം ഫോർ ദ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. അല്ലെ, ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് എത്ര പേഷ്യൻസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്നു, അതിൽ അവർക്ക് കാത്തിരിക്കേണ്ടി വന്ന സമയം, സം ഓഫ് ദ ടോട്ടൽ ടൈം ആണ് നമ്മുടെ വന്നിരുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ ആണ് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അദ്ദേഹത്തിന് ഉള്ളത് കേട്ടോ. അപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ അദ്ദേഹം ഒരു ക്വാളിറ്റി മാനേജർ ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന ക്വാളിറ്റി സർവീസസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് സൂപ്പർവൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. അത് നോക്കാം. The quality manager in hospital should support the quality assurance program cell at the hospital and be accountable for designing and establishing quality procedures, standards and specifications in hospital. Okay. He or she must encourage quality improvement in all the process and procedures of the hospital and share the reports. അല്ലെ, ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം സെല്ലുണ്ട്.
ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിന് വേണ്ട എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന വ്യക്തി ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ്. അത് മാത്രമല്ല ഒരു ഹോസ്പിറ്റലിലെ പ്രൊസീജിയറുകളിലായാലും പോളിസികളിലായാലും അതുപോലെ അവിടെ തന്നെ അവിടെയുള്ള സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസിലൊക്കെ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊസീജിയറുകളും പോളിസികളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ഹോസ്പിറ്റൽ ക്വാളിറ്റി അല്ലേ? നിങ്ങൾ വെറുതെ അവിടെ ഇരിക്കുകയാണോ? അല്ല, ആ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല നല്ല പ്രൊസീജിയറുകളും സ്റ്റാൻഡേർഡുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്യുന്നേക്കാൾ മുമ്പ് ആദ്യം അത് ഡിസൈൻ ചെയ്യണം അല്ലെ? എസ്റ്റാബ്ലിഷ് ചെയ്യണം. എല്ലാ ഫീൽഡിലും എല്ലാ ഏരിയയിലും ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന തരത്തില് പോളിസികളും പ്രൊസീജിയറുകളൊക്കെ മുന്നോട്ട് വെക്കാനും ഡിസൈൻ ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ പറയുന്നത്. He or she must encourage quality improvement in all processes and procedures. ഈ ഹോസ്പിറ്റലിലെ എല്ലാ പ്രോസസ്സിലും എല്ലാ പ്രൊസീജിയറുകളിലും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യമിടുന്നത്. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, അത് നടപ്പിലാക്കേണ്ടത് ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. സമയം ഉണ്ടല്ലോ, അതിന്റെ തിരിച്ച് പറഞ്ഞാലോ കേട്ടോ. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് നാളെയാണ്. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പുതിയ ചാപ്റ്റർ നമുക്ക് തുടങ്ങാം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന 3ാമത്തെ മൊഡ്യൂളിൽ ചാപ്റ്റർ മാറ്റിച്ചിട്ടില്ലേ? ആ ചാപ്റ്റർ ഇതാണ്. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കാം കേട്ടോ. ഇനിയിപ്പോ ആരെങ്കിലും തുടങ്ങാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അധികം സമയം കഴിക്കണ്ട, ഇപ്പോഴേ തന്നെ പഠിക്കാം കേട്ടോ. ലാസ്റ്റത്തേക്ക് ഒന്നും കൊണ്ടുവയ്ക്കരുത്, എല്ലാം കൂടെ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ പോർഷൻസ് ഒക്കെ മിക്കവാറും ഈ മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ അധികം വയ്ക്കാതെ എക്സാം ആയിരിക്കും കേട്ടോ. അപ്പൊ അപ്പോഴേക്ക് നിങ്ങൾ എല്ലാം പഠിക്കാം. മൊഡ്യൂൾ 1 ഉം 3 ഉം 4 ഒക്കെ നല്ലപോലെ വായിച്ചോണ്ടേ ഇരിക്കാം. ഈ മാസം എക്സാം ആണ് 22-ാം തീയതി. ഈ മാസം 22nd എക്സാം സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞോളാം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഴുതുന്നത് കേട്ടോ. ഇവിടെ തന്നെ പഠിച്ചോണ്ടിരിക്കുക. എന്താണ് ആൻസിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും? PG എടുത്തവർക്ക് 4th മൊഡ്യൂൾ വരെ എക്സാം ഉണ്ടായിരിക്കുമോ? PG എടുത്തവർക്ക് ഡിപ്ലോമക്കാരോട് എക്സാം ഉണ്ടോ? ഇല്ല, PGയുടെ എക്സാം അത് കഴിഞ്ഞിട്ടല്ലേ കേട്ടോ. അതിനെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ഓക്കെ. നീണ്ട് ചോദിക്കുന്ന ഏത് ഡേറ്റിലായിരിക്കുന്നു? എക്സാം ഡേറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഓഫീസിൽ നിന്ന് അറിയിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ക്ലാസ് റൂമിലേക്ക് ഇട്ട് തരും കേട്ടോ. ഡേറ്റ് ഇപ്പൊ ഫിക്സ് ചെയ്തിട്ടില്ല, നമുക്ക് അറിയില്ല കേട്ടോ. അത് ഓഫീസിന്റെ നിങ്ങൾ അറിയിക്കും കേട്ടോ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് കേട്ടോ. നാളെ. Okay, thank you, Miss.